ഒട്ടേറെ പ്രതീക്ഷകളോടെ ജീവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. ചില പ്രതീക്ഷകൾ പൂവണിയാതെ വരുമ്പോൾ മനുഷ്യർ നിരാശിതരാകുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും ഒരു കാരണവും കാണാത്തപ്പോഴും പ്രതീക്ഷയുണ്ടെങ്കിലേ അത് യഥാർത്ഥ പ്രതീക്ഷയാകുകയുള്ളൂ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചന വ്യവസ്ഥ പ്രകാരമായിരിക്കണം പ്രതീക്ഷയുണ്ടാകേണ്ടത്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം ദൈവം തന്നെയായിരിക്കണം. അനന്തമായ കൃപയുടെ ഉറവിടമാണ് നാം സേവിക്കുന്ന ദൈവം. നമ്മെ സഹായിക്കുവാൻ ഏത് സമയവും തയ്യാറായി നിൽക്കുന്നവനാണ് ഈ ദൈവം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നാം പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. നമ്മുടെ പ്രതീക്ഷകളെ ദൈവത്തിൽ അർപ്പിക്കുകയും ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ പ്രതീക്ഷകളെ ഉയർത്തുവാനും കഴിയുന്നുവെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളിൽ ഒരു ദൈവികത്വമുണ്ടാകുകയും ജീവിതത്തെ കൂടുതൽ പ്രസാദപൂർണവും സന്തോഷഭരിതവും ആക്കുവാനും കഴിയും. ഈ ലോകത്തിലുള്ളവരിൽ നാം പ്രതീക്ഷ വയ്ക്കുകയാണെങ്കിൽ അവിടെയാണ് നാം നിരാശിതരാകുന്നത്. സഹായിക്കുവാൻ ശേഷിയും അതുപോലെയുള്ള ചുറ്റുപാടുകളും ധാരാളമായി അവരിൽ കണ്ടു എന്ന് വരാം. എന്നാൽ അവസരത്തിനൊത്ത് മനുഷ്യർ നിറം മാറുകയും നമ്മുടെ താഴ്ചകൾ കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുകയും ചെയ്യുന്നു. പമ്പാ നദീതീരത്തുള്ള ഇടയാറന്മുള ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മൂത്താമ്പാക്കൽ കൊച്ചു കുഞ്ഞുപദേശിയെ കേരള ക്രൈസ്തവർ പെട്ടെന്നങ്ങ് മറക്കുകയില്ല. എല്ലുമുറിയെ പണി ചെയ്ത് ജീവിച്ച ഒരു കർഷകനായിരുന്നു താൻ. ചേമ്പും ചേനയും വാഴക്കുലയുമൊക്കെ കൃഷി ചെയ്ത് ആ വിളവൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് തൻ്റെ കുടുംബത്തെ പോറ്റിക്കൊണ്ടിരുന്ന കാലത്തായിരുന്നു പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായി താൻ തീരുമാനിച്ചത്. അതോടെ പട്ടിണിയും രോഗവും കുടുംബത്തിൽ മാറി മാറി കടന്നു വന്നു. ഒരിക്കൽ താൻ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുമായി തൻ്റെ വീടിൻ്റെ അറയിൽ സമയം ചെലവഴിച്ചു. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി, ദേഹമെല്ലാം ചൊറിയും പിടിച്ച് ആരോഗ്യം നശിച്ചവനായി തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ വളരെ ധനസൗകര്യമുള്ള തൻ്റെ ഒരു സ്വന്തക്കാരൻ അതുവഴി കടന്നു വന്നു. അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്ന് ഉപദേശി വിചാരിച്ചു. പക്ഷേ സ്വന്തക്കാരനായ ആ ധനാഢ്യനാകട്ടെ ഉപദേശിയെ കണ്ടെങ്കിലും കണ്ടില്ലെന്ന മട്ടിൽ കടന്നുപോയി. അത് കണ്ടപ്പോൾ കൊച്ചുഞ്ഞുപദേശി അയാളെ വിളിക്കാനും മുതിർന്നില്ല. ആ കഷ്ടതയുടെയും രോഗത്തിൻ്റെയും തീവ്രമായ നിമിഷത്തിൽ ആ ഭക്തൻ്റെ നാവിൽ വന്ന പാട്ടാണ്, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. കരിമ്പിൻ തോട്ടത്തിലും വാഴത്തോപ്പിലും പണിയെടുത്ത് പരിചയമുണ്ടായിരുന്ന കൊച്ചുഞ്ഞുപദേശിയുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞപ്പോൾ അത് സംഗീതസാന്ദ്രമായി അർത്ഥപുഷ്ടിയും കാവ്യഭംഗിയുമുള്ള വാക്കുകളായി താൻ ഇപ്രകാരം തുടർന്ന് പാടി: കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. ഡിയർ ഫ്രണ്ട്സ്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ നമ്മുടെ പ്രതീക്ഷകൾ വയ്ക്കാതെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഭാവിയും അറിഞ്ഞ് നമ്മെ സഹായിപ്പാൻ ശക്തനായ സർവേശ്വരനിൽ നമ്മുടെ പ്രതീക്ഷകൾ അർപ്പിക്കാം. നെവർ ബി അഫ്രേഡ് ടു ട്രസ്റ്റ് ആൻ അൺനോൺ ഫ്യൂച്ചർ ടു എ നോൺ ഗോഡ്. അറിയപ്പെടാത്ത ഭാവിക്ക് വേണ്ടി അറിയപ്പെടുന്ന ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ നാം ഒരിക്കലും ഭയപ്പെടരുത്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.